നേന്ത്രയ്ക്ക കുത്തനെ വിലയിടിഞ്ഞതോടെ കർഷകർ പ്രതിസന്ധിയിൽ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കുലകളെത്തുന്നതാണ് വിപണിയെ തകിടം മറിച്ചത്. കിലോയ്ക്ക് 24 രൂപ മുതൽ 25 രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആ വിലയ്ക്ക് പോലും കായെടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണ്. ഉൽപാദന ചെലവ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ വൻ തുക മുടക്കി കൃഷി ഇറക്കിയവർ എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാണ്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് കിലോയ്ക്ക് 16 രൂപ നിരക്കിൽ വൻതോതിൽ വാഴക്കുലകൾ വിപണിയിലെത്തുന്നു. ഇവ ആവശ്യക്കാർക്ക് ലോറിയിൽ അതത് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നതാണ് കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. ഒരു നേന്ത്രവാഴ നട്ട് പരിപാലിച്ച് കുല പാകമായി വരാൻ ശരാശരി 200 രൂപയോളം ചിലവുണ്ട്. ഇതിൽ നിന്ന് ഏകദേശം 9 കിലോയോളം തൂക്കം വരുന്ന കുല ലഭിച്ചാൽ പോലും എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ചോദ്യമാണ് കർഷകർ ഉയർത്തുന്നത്. പലരും സംഘകൃഷിയായി ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തും പലിശയ്ക്ക് പണം വാങ്ങിയും പാട്ടത്തിന് സ്ഥലമെടുത്തുമാണ് കൃഷി നടത്തുന്നത്. വിലയിടിവും ഇതര ജില്ലകളിൽ നിന്നുള്ള ഇറക്കുമതിയും കാരണം പാകമായ കുലകൾ വെട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു. ഹോർട്ടികോർപ്പ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ സംവിധാനങ്ങൾ പരാജയപ്പെട്ട നിലയിലാണെന്നും കർഷകർ പറയുന്നു. വാഴക്കുല സംഭരണം നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഹോർട്ടികോർപ്പ് വിപണിയിൽ ഇടപെടുന്നില്ല. നേരത്തെ 32 രൂപ താങ്ങുവില VFPCക്ക് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതുമില്ലാത്ത സ്ഥിതിയാണെന്നും കർഷകർ കുറ്റപ്പെടുത്തി. 2019 ശേഷം പ്രകൃതിക്ഷോഭത്തിൽ വാഴകൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. കൃഷി ഇൻഷൂർ ചെയ്തവർക്ക് കൃഷി നശിച്ചതിന് 2015 നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല. ഈ വിഷയങ്ങളിൽ പരിഹാരം കാണാൻ കൃഷിവകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്നാണ് വാഴ കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.